ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ഈ വീഡിയോയിലൂടെ എംപിരിക്കൽ എസ്റ്റിമേഷൻ ഓഫ് ഡിമാൻഡ് കർവ് എന്താണെന്ന് മനസ്സിലാക്കാം. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. എംപിരിക്കൽ എസ്റ്റിമേഷൻ ഓഫ് എ ഡിമാൻഡ് കർവ്. നമുക്ക് ആദ്യം ഇത് എന്താണെന്ന് മനസ്സിലാക്കാം. ദ എംപിരിക്കൽ എസ്റ്റിമേഷൻ ഓഫ് എ ഡിമാൻഡ് കർവ് ഇൻവോൾവ്സ് യൂസിങ് റിയൽ വേൾഡ് ഡേറ്റ ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്. അതായത് റിയൽ വേൾഡിലുള്ള ഡേറ്റയും സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്കും ഉപയോഗിച്ചുകൊണ്ടാണ് ഈ എസ്റ്റിമേഷൻ നടത്തുന്നത്. എന്തിനു വേണ്ടിയാണ്? ടു ക്വാണ്ടിഫൈ ദ റിലേഷൻ ബിറ്റ്വീൻ ദ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഓഫ് എ ഗുഡ് ഓർ സർവീസ്. അതായത് ഒരു സാധനത്തിൻ്റെയോ സേവനത്തിൻ്റെയോ എത്ര ഡിമാൻഡ് അതിനുണ്ട് എന്ന് നിശ്ചയിക്കുന്നത്. ആൻഡ് ഇറ്റ്സ് ഡിറ്റർമിനൻസ്. ആ ഡിമാൻഡ് നിശ്ചയിക്കുന്ന ഏതൊക്കെ ഘടകങ്ങളാണ്? സച്ച് ആസ് പ്രൈസ്, ആ സാധനത്തിൻ്റെ വില, ഇൻകം, അതായത് കൺസ്യൂമറിൻ്റെ ഇൻകം ആൻഡ് അതർ ഫാക്ടേഴ്സ്. ഈ കാരണങ്ങളൊക്കെ കൊണ്ട് ആ ഗുഡിന് എത്ര ഡിമാൻഡിൽ വേരിയേഷൻ ഉണ്ടായി എന്ന് യഥാർത്ഥ റിയൽ വേൾഡ് ഡേറ്റ ഉപയോഗിച്ചിട്ട് എസ്റ്റിമേറ്റ് ചെയ്യുന്നതിനാണ് എംപിരിക്കൽ എസ്റ്റിമേഷൻ ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, ദിസ് ഈസ് എ കീ ടാസ്ക് ഇൻ എക്കണോമിക്സ്. എക്കണോമിക്സിൽ ഒരു കീ ടാസ്ക് ആണ് ഇത്. ഇതിനാണ് ടു അണ്ടർസ്റ്റാൻഡ് കൺസ്യൂമർ ബിഹേവിയർ ആൻഡ് പ്രിഡിക്റ്റ് മാർക്കറ്റ് ഔട്ട്കംസ്. അതായത് കൺസ്യൂമറിൻ്റെ ബിഹേവിയർ, മാർക്കറ്റ് ഔട്ട്കംസ് ഒക്കെ മനസ്സിലാക്കുന്നതിന് എക്കണോമിക്സിലൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടാസ്ക്കാണ് ഇത്. ഇനി നമുക്ക് ഇതിൻ്റെ ഓരോ സ്റ്റെപ്പുകൾ മനസ്സിലാക്കാം. സ്റ്റെപ്സ് ഇൻ എംപിരിക്കൽ എസ്റ്റിമേഷൻ ഓഫ് എ ഡിമാൻഡ് കർവ്. അതിൽ ഒന്നാമത്തത് സ്പെസിഫൈ ദ ഡിമാൻഡ് ഫംഗ്ഷനാണ്. ഡിമാൻഡ് ഫംഗ്ഷൻ സ്പെസിഫൈ ചെയ്യുന്നതാണ്. അതായത് ദ ഡിമാൻഡ് ഫംഗ്ഷൻ എക്സ്പ്രസസ് ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ആസ് എ ഫംഗ്ഷൻ ഓഫ് ഇറ്റ്സ് ഡിറ്റർമിനൻസ്. അറിയാലോ, അതായത് ഡിമാൻഡ് ചില ആ ഡിമാൻഡിനെ തീരുമാനിക്കുന്ന ഘടകങ്ങളുണ്ട്. ആ ഘടകങ്ങളാണ് ഇതിൻ്റെ ഫംഗ്ഷനായിട്ട് പറയുന്നത്. അതായത് QD എന്നാണ് സൂചിപ്പിക്കുന്നത്, ക്വാണ്ടിറ്റി ഡിമാൻഡഡ്. അത് ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഈസ് ഈക്വൽ ടു ഫംഗ്ഷൻ ഓഫ് ഈ പറയുന്ന ഘടകങ്ങളാണ് ഇത് ഡിമാൻഡ് തീരുമാനിക്കുന്നത്. PIPST. ഓക്കെ, ഇവിടെ P എന്ന് പറയുന്നത് പ്രൈസ് ഓഫ് ദ ഗുഡ് ഓർ സർവീസ്, അത് നമുക്കറിയാം. അടുത്തത് I എന്ന് പറയുന്നത് കൺസ്യൂമർ ഇൻകം, കൺസ്യൂമറിൻ്റെ വരുമാനം. അടുത്ത PS എന്ന് പറയുന്നത് പ്രൈസസ് ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ആൻഡ് കോംപ്ലിമെൻറ്റ്. സബ്സ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത് ഒന്നിന് പകരം ഒന്ന് ഉപയോഗിക്കുന്നത്. അപ്പോൾ ടീ ആൻഡ് കോഫി, അത് ഒന്നില്ലെങ്കിൽ അടുത്ത് ഉപയോഗിക്കാവുന്നുള്ള സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്. പിന്നെ കോംപ്ലിമെൻറ്റ് ഗുഡ് എന്ന് വെച്ചാൽ ബ്രെഡ് ആൻഡ് ബട്ടർ, രണ്ടും ഒരുമിച്ച് ഉപയോഗിക്കുന്നതാണ് കോംപ്ലിമെൻറ്റ് ഗുഡ്. അപ്പോൾ രണ്ടും ഒരുമിച്ച് ഡിമാൻഡ് ചെയ്യപ്പെടുന്ന സാധനങ്ങളാണ്. ഓക്കെ, ഇത് അടുത്തത് ടി എന്ന് പറയുന്നത് ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസസ്, കൺസ്യൂമറിൻ്റെ ടേസ്റ്റ് പ്രിഫറൻസസ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഡിമാൻഡ് തീരുമാനിക്കുന്നത്. ഓക്കെ, അതാണ് എൻ്റെ ഫംഗ്ഷനായിട്ട് എടുക്കുന്നത്. ഇപ്പോൾ പിന്നെ അത് മാത്രമല്ല അതർ വേരിയബിൾസും ഉണ്ട് കേട്ടോ. ഫാക്ടേഴ്സിലേക്ക് പോപ്പുലേഷൻ സൈസ്, എത്ര ആൾക്കാരുണ്ടെന്നുള്ളത് ഒരു എക്കണോമിയിൽ. പിന്നെ അഡ്വർടൈസിങ്ങിൻ്റെ ഒരു ഘടകം അവിടെ വരുന്നുണ്ട്. പിന്നെ സീസണാലിറ്റി, ഏത് സീസൺ ആണെന്നുള്ളത്. അതായത് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിൻ്റെ ക്വാണ്ടിറ്റി ഡിമാൻഡ് തീരുമാനിക്കുന്നത്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡേറ്റ കളക്ഷനാണ്. കളക്ട് ഡേറ്റ, അതായത് ഗ്യാദർ ഡേറ്റ ഓൺ ദ വേരിയബിൾസ് ഇൻ ദ ഡിമാൻഡ് ഫംഗ്ഷൻ. അതായത് ഈ ഡിമാൻഡ് ഫംഗ്ഷനുള്ള വേരിയബിളിൻ്റെ ഡേറ്റ കളക്ട് ചെയ്യണം. നേരത്തെ ഇൻകം, ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഒക്കെ പറഞ്ഞില്ല, ആ ഡേറ്റ എല്ലാം കളക്ട് ചെയ്യണം. ഫ്രം സർവേയിലൂടെയാണ് കളക്ട് ചെയ്യുന്നത്. പിന്നെ എക്സ്പെരിമെൻറ്റ്സിലൂടെ ഓർ മാർക്കറ്റ് ട്രാൻസാക്ഷൻസ്, ഇതിലൂടെയൊക്കെയാണ് ഈ ഡേറ്റ കളക്ട് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഹിസ്റ്റോറിക്കൽ സെയിൽസ് ആൻഡ് പ്രൈസ് ഡേറ്റ. ഹിസ്റ്റോറിക്കൽ, അതായത് ആ ഗുഡിൻ്റെ ഹിസ്റ്ററി എടുത്തിട്ട് ആ ഒരു പ്രൈസ് ഡേറ്റ എടുക്കുന്നു. അടുത്തത് ഇൻകം ലെവൽസ് ഓഫ് കൺസ്യൂമേഴ്സിൻ്റെ ഇൻകം ലെവൽ എടുക്കുന്നു. അതൊക്കെ ഉദാഹരണങ്ങളാണ്. പിന്നെ പ്രൈസസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ്, അതുമായിട്ട് ബന്ധപ്പെട്ട ഗുഡ്സിൻ്റെ വില എടുക്കുന്നു. ഈ ഡേറ്റ എല്ലാം കളക്ട് ചെയ്യുന്നതാണ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അടുത്തെന്ന് പറയുന്നത് ഒരു എസ്റ്റിമേഷൻ മെത്തേഡ് ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ചൂസ് ആൻ എസ്റ്റിമേഷൻ മെത്തേഡ്. കോമൺ മെത്തേഡ്സ് ഇൻക്ലൂഡ്, അതായത് കോമൺ ആയിട്ടുള്ള മെത്തേഡുകൾ എന്ന് പറയുന്നത് റിഗ്രഷൻ അനലൈസിസും ഇലാസ്റ്റിസിറ്റി എസ്റ്റിമേഷനുമാണ്. അത് റിഗ്രഷൻ അനലൈസിസ് എന്ന് പറയുന്നത് ഇതൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡാണ്. ടു എസ്റ്റിമേറ്റ് ദ റിലേഷൻ ബിറ്റ്വീൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ആൻഡ് ഇറ്റ്സ് ഡിറ്റർമിനൻസ്. ഒരു ക്വാണ്ടിറ്റി, ഒരു സാധനത്തിൻ്റെ ഡിമാൻഡും അത് ആ ഡിമാൻഡ് തീരുമാനിക്കുന്ന ഘടകങ്ങളും തമ്മിലുള്ള റിലേഷൻഷിപ്പ് മനസ്സിലാക്കുന്നതാണ് ഈ മെത്തേഡ് എന്ന് പറയുന്നത്. ഇത് ലീനിയർ ഓർ നോൺ ലീനിയർ റിഗ്രഷൻ മോഡൽസ് ആർ ഓഫൺ യൂസ്. ഒന്നുകിൽ ലീനിയർ അല്ലെങ്കിൽ നോൺ ലീനിയർ റിഗ്രഷൻ മോഡലാണ് ഇതിനു വേണ്ടി സാധാരണ ഉപയോഗിച്ച് വരുന്നത്. അടുത്തത് ഇലാസ്റ്റിസിറ്റി എസ്റ്റിമേഷൻ ആണ്. അത് നമുക്കറിയാം, PED, പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പം കാൽക്കുലേറ്റിംഗ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി, ഇൻകം ഇലാസ്റ്റിസിറ്റി ആൻഡ് ക്രോസ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി. ഓക്കെ, ഇങ്ങനെയുള്ള ഇലാസ്റ്റിസിറ്റീസ് ഉണ്ട്. ടു മെഷർ ദ സെൻസിറ്റിവിറ്റി ഓഫ് ഡിമാൻഡ് ടു ചേഞ്ചസ് ഇൻ ദീസ് ഫാക്ടേഴ്സ്. അതായത് പ്രൈസ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് വിലയിൽ മാറ്റം ഉണ്ടായപ്പോഴത്തേക്ക് അതിൻ്റെ ഡിമാൻഡിൽ എത്ര മാറ്റം ഉണ്ടായെന്നുള്ളത്. ഇൻകം ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് ഒരു കൺസ്യൂമറിൻ്റെ വരുമാനത്തിൽ മാറ്റം ഉണ്ടായപ്പോഴത്തേക്ക് ആ ഗുഡിൻ്റെ ഡിമാൻഡിൽ എത്ര മാറ്റം ഉണ്ടായെന്നുള്ളത്. ക്രോസ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് റിലേറ്റഡ് ഗുഡ്സ്, സപ്ലിമെൻ്ററി ഗുഡ്സും കോംപ്ലിമെൻ്ററി ഗുഡ്സും പറഞ്ഞില്ലേ, അതിൻ്റെ വിലയിൽ മാറ്റം ഉണ്ടായപ്പോഴത്തേക്ക് ഈ ഗുഡിൻ്റെ വിലയിൽ എത്ര മാറ്റം ഉണ്ടായതെന്ന്. അപ്പോൾ ഇങ്ങനെയുള്ള മാറ്റങ്ങൾ തീരുമാനിക്കുന്നതാണ് ഇലാസ്റ്റിസിറ്റി എസ്റ്റിമേഷൻ എന്ന് പറയുന്നത്. അടുത്തതെന്ന് പറയുന്നത് എസ്റ്റിമേറ്റ് ദ പാരാമീറ്റേഴ്സ്. അതായത് ഈ പാരാമീറ്റേഴ്സ് എസ്റ്റിമേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ്. യൂസിങ് സ്റ്റാറ്റിസ്റ്റിക്കൽ സോഫ്റ്റ്വെയർ ഓർ ടൂൾസ്. സ്റ്റാറ്റിസ്റ്റിക്കലായിട്ടുള്ള സോഫ്റ്റ്വെയറോ അല്ലെന്നുണ്ടെങ്കിൽ ടൂൾസോ ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. ദ കോഎഫിഷ്യൻസ് ഓഫ് ദ ഡിമാൻഡ് ഫംഗ്ഷൻ ആർ എസ്റ്റിമേറ്റഡ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇൻ എ സിമ്പിൾ ലീനിയർ ഡിമാൻഡ് മോഡൽ, ഒരു സിമ്പിൾ ലീനിയർ ഡിമാൻഡ് മോഡലാണ് ഈ കാണിച്ചിരിക്കുന്നത്. അത് QD, അതായത് ക്വാണ്ടിറ്റി ഡിമാൻഡ് ഈസ് ഈക്വൽ ടു ആൽഫ പ്ലസ് ബീറ്റ P പ്ലസ് ഗാമ I പ്ലസ്
എപ്സിലോൺ, അത് എപ്സിലോൺ എന്നാണ് ആ സിമ്പലിൻ്റെ പേര്. അപ്പോൾ ഇത് ഈ പാരാമീറ്റർ എന്ന് വെച്ചാൽ അതിൽ ബീറ്റ എന്ന് പറയുന്നത് മെഷേഴ്സ് ദ ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഫോർ എ യൂണിറ്റ് ചേഞ്ച് ഇൻ പ്രൈസ്. അതായത് വിലയിലുണ്ടാകുന്ന മാറ്റത്തിനനുസരിച്ച് ഡിമാൻഡിലുണ്ടായ മാറ്റം, അതാണ് പ്രൈസ് സെൻസിറ്റിവിറ്റിയാണ് കാണിക്കുന്നത് ബീറ്റ. അതിൽ അടുത്തെന്ന് പറയുന്നത് ഗാമ എന്ന് പറയുന്നത് മെഷേഴ്സ് ദ എഫക്റ്റ് ഓഫ് ഇൻകം ഓൺ ഡിമാൻഡ്, അതായത് ഇൻകത്തിലുണ്ടായ മാറ്റത്തിനനുസരിച്ച് ഡിമാൻഡിലുണ്ടായ മാറ്റം. അടുത്തത് എപ്സിലോൺ എന്നൊരു സിമ്പിൾ നിങ്ങൾക്ക് കാണാം. ഓക്കെ, ഈ എപ്സിലോൺ എന്ന് പറയുന്നത് എറർ ടൈം ആണ്, ക്യാപ്ചറിങ് അൺഒബ്സർവ്ഡ് ഫാക്ടേഴ്സ്, അതായത് ഒരുപാട് ഒബ്സർവ് ചെയ്യാത്ത ഫാക്ടേഴ്സ് ഉണ്ടാവുമല്ലോ, അപ്പം ആ ഒരു ഫാക്ടറാണ് എപ്സിലോൺ കൊണ്ട് സൂചിപ്പിക്കുന്നത്. അടുത്തെന്ന് പറയുന്നത് ഈ മോഡൽ വാലിഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. വാലിഡേറ്റ് ദ മോഡൽ, അതായത് ചെക്ക് ദ ഗുഡ്നെസ് ഓഫ് ഫിറ്റ് എന്നാണ് ഇതിന് പറയുന്നത്. ഈ ഗുഡ്നെസ് ഓഫ് ഫിറ്റ് ചെക്ക് ചെയ്യണം. ഉദാഹരണമാണ് ഈ ആർ സ്ക്വയർ എന്നൊരു മെത്തേഡ് ഉണ്ട്. അത് ടു സീ ഹൗ വെൽ ദ മോഡൽ എക്സ്പ്ലെയിൻസ് ദ വേരിയേഷൻ ഇൻ ഡിമാൻഡ്. ഈ ടെസ്റ്റ് നടത്തുന്നത് ഈ മോഡൽ എത്രത്തോളം ഈ ഡിമാൻഡിലുണ്ടായ വേരിയേഷൻ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നു എന്ന് കാണിക്കുന്നതിനാണ് ഈ ടെസ്റ്റ് നടത്തുന്നത്. അടുത്തത് ടെസ്റ്റ് ഫോർ സ്റ്റാറ്റിസ്റ്റിക്കൽ സിഗ്നിഫിക്കൻസ് ഓഫ് ദ കോഎഫിഷ്യൻസ്, അതായത് ഈ കോഎഫിഷ്യൻസിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്കൽ സിഗ്നിഫിക്കൻസ് എത്രത്തോളം പ്രാധാന്യം ഉണ്ടെന്ന് ചെക്ക് ചെയ്യുന്നത്. അതിന് ഉദാഹരണമാണ് ടി ടെസ്റ്റ് എന്ന് പറയുന്നത്, യൂസിങ് ടി ടെസ്റ്റ്. അടുത്തത് കണ്ടക്ട് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ടു എൻഷുർ ദ മോഡൽസ് അസംഷൻസ് ആർ നോട്ട് വയലേറ്റഡ്, അതായത് ഈ മോഡലിന് ചില അസംഷൻസ് ഉണ്ടാവും, ആ അസംഷൻസ് വയലേറ്റ് ചെയ്തില്ല എന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകൾ ഉപയോഗിക്കുന്നത്. അതിന് ഉദാഹരണങ്ങളാണ് ലീനിയാരിറ്റിയും ഹോമോസ്കെഡാസിറ്റി എന്ന് പറയും. ഈ രണ്ട് ടെസ്റ്റുകളാണ് ഇതിനുവേണ്ടി ഉപയോഗിക്കുന്നത്. അടുത്ത അവസാനത്തെ സ്റ്റെപ്പാണ് ഇൻ്റർപ്രറ്റ് ദ റിസൾട്ട്സ്, അതായത് റിസൾട്ടിനെ വ്യാഖ്യാനിക്കുക. അതിൽ ദ എസ്റ്റിമേറ്റഡ് കോ എഫിഷ്യൻസ് ക്യാൻ ബി യൂസ്ഡ് ടു, അതായത് ഞാൻ താഴെ പറയാൻ പോകുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ എസ്റ്റിമേറ്റഡ് കോ എഫിഷ്യൻസ് ഉപയോഗിക്കാം. അതിൽ ഒന്നാമത്തത് പ്രെഡിക്റ്റ് ഹൗ ചേഞ്ചസ് ഇൻ പ്രൈസ് ഓർ അതർ ഫാക്ടേഴ്സ് വിൽ ഇൻഫ്ലുവൻസ് ഡിമാൻഡ്, അതായത് വിലയും മറ്റ് ഘടകങ്ങളിൽ ഉണ്ടായ മാറ്റവും ഡിമാൻഡിനെ എങ്ങനെ സ്വാധീനിച്ചു എന്ന് പ്രെഡിക്റ്റ് ചെയ്യാം. അടുത്തത് ഡിറ്റർമൈൻ ഡിമാൻഡ് ഇലാസ്റ്റിസിറ്റീസ്, ഈ ഡിമാൻഡ് ഇലാസ്റ്റിസിറ്റീസ് ഡിറ്റർമൈൻ ചെയ്യാം, വിച്ച് ആർ ക്രിട്ടിക്കൽ ഫോർ പ്രൈസിങ്. ഇതെല്ലാം വെറുതെ എല്ലാവരും എടുക്കുന്നത് വളരെ പ്രധാനമാണ് പ്രൈസ് തീരുമാനിക്കുന്നതിന്, ടാക്സേഷന് വേണ്ടിയിട്ട് ഓർ സബ്സിഡി ഡിസിഷൻസിനൊക്കെ, അതായത് ഒരു ഗുഡിന് എത്ര സബ്സിഡി കൊടുക്കണമെന്നൊക്കെ തീരുമാനിക്കുന്നത് ഈ ഇതിൻ്റെ ഔട്ട്കം വെച്ചുകൊണ്ടാണ്. ഇനി ഞാനൊരു ഡിമാൻഡ് കർവ് കാണിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പാരാമീറ്റേഴ്സ് വെച്ചുകൊണ്ട് റിയൽ വേൾഡിലെടുത്ത ഒരു ഗുഡിൻ്റെ ഡിമാൻഡ് കർവാണ് ഈ കാണുന്നത്. അതിൽ വൈ ആക്സിൽ ആവറേജ് പ്രൈസും എക്സ് ആക്സിൽ ടോട്ടൽ വോളിയൂമാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഇത് ഡിമാൻഡ് കർവ് ഫോർ അവക്കാഡോയാണ്, അവക്കാഡോയുടെ ഡിമാൻഡ് കർവാണ് ഈ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഡിമാൻഡ് കർവ് വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാം ഒരുപാട് ഡോട്ട്സ് കാണാം. അപ്പോൾ ഇങ്ങനെ ഈ ഡോട്ടെല്ലാം കൂടെ പെർഫെക്റ്റ് ആയിട്ട് ഒരു ലീനിയറായിട്ട് ഫിറ്റ് ചെയ്യുന്ന രീതിയിലാണ് ആ വര വരച്ചിരിക്കുന്നത്. ഇനി നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. സപ്പോസ് യു എസ്റ്റിമേറ്റ് ദ ഡിമാൻഡ് ഫംഗ്ഷൻ ഫോർ എ പ്രൊഡക്റ്റ് ആസ്, അതായത് ഒരു പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡ് ഫംഗ്ഷൻ നിങ്ങൾ ഇങ്ങനെ എസ്റ്റിമേറ്റ് ചെയ്യുന്നു വിചാരിക്കുക. അതായത് ക്യൂ ഡി ഈസ് ഈക്വൽ ടു 100 - 2p + 0.5i, ഇങ്ങനെയാണ് നിങ്ങൾ എസ്റ്റിമേറ്റ് ചെയ്തത്. ഇവിടെ പി എന്ന് പറയുന്നത് ഈസ് ദ പ്രൈസ് ഓഫ് ദ പ്രൊഡക്റ്റ്, ആ ഗുഡിൻ്റെ വിലയാണ് പി എന്ന് പറയുന്നത്. ഇവിടെ ഐ എന്ന് പറയുന്നത് ഈസ് ദ ആവറേജ് കൺസ്യൂമർ ഇൻകം, അതായത് കൺസ്യൂമറിൻ്റെ ആവറേജ് ഇൻകമാണ് ഈ ഐ കൊണ്ട് സൂചിപ്പിക്കുന്നത്. അടുത്തത് ഇതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. അത് നേരത്തെ പറഞ്ഞ ഫംഗ്ഷൻ വ്യാഖ്യാനിക്കുന്നത്, അതായത് ഫോർ എവറി യൂണിറ്റ് ഇൻക്രീസ് ഇൻ പ്രൈസ്, അതായത് പ്രൈസിലെ ഓരോ യൂണിറ്റ് ഇൻക്രീസ് ചെയ്യുന്നത്, അത് പി കൊണ്ടാണല്ലോ സൂചിപ്പിച്ചത്. ഡിമാൻഡ് ഡിക്രീസസ് ബൈ 2 യൂണിറ്റ്സ്, അതായത് ഓരോ യൂണിറ്റ് പ്രൈസ് കൂടുമ്പോഴും ഡിമാൻഡ് 2 യൂണിറ്റ് കുറയുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് ഫോർ എവറി യൂണിറ്റ് ഇൻക്രീസ് ഇൻ ഇൻകം, അതായത് ഇൻകത്തിലെ ഓരോ യൂണിറ്റ് ഇൻക്രീസിനും, അത് ഐ കൊണ്ടാണ് സൂചിപ്പിച്ചത്, ഡിമാൻഡ് ഇൻക്രീസസ് ബൈ 0.5 യൂണിറ്റ്സ്, അതായത് ഇൻകം കൂടുമ്പോഴത്തേക്ക് ഡിമാൻഡ് 0.5, അത് അര യൂണിറ്റ് ഡിമാൻഡ് കൂടുകയാണ് ചെയ്യുന്നത്. ഇതാണ് നേരത്തെ കാണിച്ച ഫംഗ്ഷൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ബൈ സബ്സ്റ്റിറ്റ്യൂട്ടിങ് സ്പെസിഫിക് വാല്യൂസ് ഫോർ പി ആൻഡ് ഐ, അതായത് ഈ പിക്കും ഐക്കും സ്പെസിഫിക് വാല്യൂസ് നിങ്ങൾക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് യു ക്യാൻ പ്രെഡിക്റ്റ് ദ ക്വാണ്ടിറ്റി ഡിമാൻഡ്. എന്ത് പ്രെഡിക്റ്റ് ചെയ്യാം? ക്വാണ്ടിറ്റി ഡിമാൻഡ് പ്രെഡിക്റ്റ് ചെയ്യാം. അത് വളരെ നേരത്തെ, അത് വളരെ സമയമെടുത്തൊരു കണ്ടെത്തലിലൂടെ ഡേറ്റ കളക്ട് ചെയ്ത് വളരെ പ്രയത്നത്തിലൂടെയാണ് ഈ ഒരു ഡിമാൻഡ് ഫംഗ്ഷൻ രൂപീകരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയുടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.